റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ന്യൂസ് അപ്ഡേറ്റ്സ് കാണാം. AJ, what's up? It's a thrill. Thrill? It's a turbocharged, incredible feeling. Turbocharged? Ready for it. Thrilled for it. Presenting France with Turbo Booster Jet Engine. Nexa. ഇടവേളയിലേക്ക്. മാതൃഭൂമി ന്യൂസ് ബ്രോട്ട് യു ബൈ മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. പ്രധാന വാർത്തകൾ. സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്വർണം വിൽക്കാൻ പറ്റിയ സമയം. വേഗം whitegold.money സന്ദർശിക്കൂ. ഡിപ്ലോമ, +2, 10th അതിന് താഴെ പഠിച്ചിട്ടുള്ളവർക്കുള്ളതാണ് ഈ ജോഡി ആപ്പ്. ഇതിൽ ലക്ഷക്കണക്കിന് ID വെരിഫൈഡ് പ്രൊഫൈൽസ് ഉണ്ട്. എല്ലാ വിവരങ്ങളും മലയാളത്തിലുണ്ട്. അത് മാത്രമല്ല, പെൺകുട്ടികൾക്ക് ഇത് തികച്ചും സൗജന്യമാണ്. ഉടനെ രജിസ്റ്റർ ചെയ്യൂ. ഡൗൺലോഡ് ജോഡി ആപ്പ്. നോക്കൂ, എന്റെ നാട്ടിൽ എല്ലാ മലയാളിസും ഹാപ്പിയാണ്. കാരണം നാട്ടിലവരുടെ കുടുംബത്തിന്റെ ആരോഗ്യം ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ്. മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്. ഇന്ന് നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മനു 899 രൂപയ്ക്ക് ഭാര്യയ്ക്കൊരു സാരി വാങ്ങി. അപ്പൊ 3 സാരി വാങ്ങിയാൽ എത്ര രൂപയാകും? 899. അതെങ്ങനെ? ടീച്ചറെ, കല്യാൺ സിൽക്സിൽ ഇപ്പോ 3-in-1 കോംബോ ഓഫർ ഉണ്ട്. അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് 3 കിട്ടും. 1, 2, 3. സ്റ്റൈലിഷ് സാരി കോംബോ, മെൻസ് വെയറുകളുടെ സ്മാർട്ട് കോംബോ, കിഡ്സ് വെയറുകളുടെ ക്യൂട്ട് കോംബോ, 20 ലേഡീസ് വെയർ കോംബോ. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ ഇപ്പോൾ 3 ഇരട്ടി ലാഭം. ഈ വീട്ടിൽ പശുത്തൊഴുത്ത് എവിടെയാ? ഇവിടെ തൊഴുത്ത് ഇവിടെയാണോ? ഇവിടെ ഇല്ല. അപ്പൊ തൊഴുത്ത് ഇവിടെ ആയിരിക്കും. പക്ഷെ ഇവിടെ തൊഴുത്തില്ലെന്നേ. ശുദ്ധമായ പാലിന്ന് തൈരുണ്ടാക്കി, അതിന്ന് വെണ്ണയുണ്ടാക്കി, ഇത്രയും തരിതരിയായി നെയ്യ് വീട്ടിൽ തൊഴുത്തില്ലാതെങ്ങനെ? ഓ, അതിപ്പോ കാണിക്കാം. തരിതരിയായ GRB നെയ്യ് പ്യുവർ ആണ്, അത് ഷുവർ ആണ്. In another world, an element is born. Enchanting, bewitching. Introducing the Phantom Black Edition by Grand Vitara. Nexa. നമുക്ക് പോലീസിനെ വിളിക്കണം. ഇതഴിച്ചു മാറ്റണം. ഇതാണ് ഈ ആത്മാവിനോട് പിടിച്ചു നിർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. മാതൃഭൂമി ന്യൂസ് ഷോക്ക് ക്രെഡിറ്റ്സ്. 5 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി ജോസ്കോ ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷൻസ്. സൂപ്പർ പസഫിക് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. Thin Lac Thinners and Paints. തിളക്കം മങ്ങാത്ത സംരക്ഷണം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല വാർത്തകളിലേക്ക്. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ സൈക്കിൾ പ്യൂർ അഗർബത്തി ഇൻ അസോസിയേഷൻ വിത്ത് ലേക്ക് റോൾ കാർ ഷാംപൂ, BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, രമേശ് RG നല്ലെണ്ണ. അഗർബത്തി എന്നാൽ സൈക്കിൾ, സൈക്കിൾ എന്നാൽ ക്വാളിറ്റി. കളർ മങ്ങാത്ത വൃത്തി, ലേക്ക് റോൾ കാർ ഷാംപൂ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. ശബരിമലയിൽ ദർശനം സുഖമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഏകദേശം 63,000-ഓളം ഭക്തർ സന്നിധാനത്തെത്തി എന്നതാണ് മനസ്സിലാകുന്നത്. കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. സന്നിധാനത്ത് നിന്നും തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ രാവിലെ മുതലേ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫ്ലൈ ഓവറിലൊക്കെ ആളുകളുണ്ട്, ഭക്തരുണ്ട്. നടപ്പന്തൽ മുതൽ, അതായത് വലിയ നടപ്പന്തൽ മുതൽ വലിയ തോതിൽ കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതി ഭക്തരെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, മരക്കൂട്ടം മുതൽ ഓരോ ബാച്ചായി തിരിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ വിടുന്നത്. ഇത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ക്രമീകരണങ്ങൾ എന്നുള്ളതാണ് സുരക്ഷാ സേന ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാനമായി പറയേണ്ടത്, കാനനപാത വഴി വരുന്ന അയ്യപ്പൻ ഭക്തന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം ചെയ്തിട്ടുണ്ട്. നിരീക്ഷണം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് നൽകുന്ന വിവരം. സത്രം വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണവും നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ 7 മുതൽ 12 വരെ മാത്രമേ സത്രം വഴി അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ എന്നുള്ള ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഒരു തീരുമാനമായി വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഉരക്കുഴിയിലേക്കുള്ള ഭക്തരുടെ പോക്ക്, അതായത് കാനനപാത വഴി വരുന്ന ഭക്തർ ഉരക്കുഴിയിൽ കുളിച്ചതിന് ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ളതിനാൽ നിലവിൽ ഇനി ഉരക്കുഴിയിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ആ പ്രദേശത്തുണ്ടായിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സന്നിധാനത്ത് തിരക്കുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഔദ്യോഗിക തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.